മുടി ഭയങ്കര കൊഴിച്ചിലാണ്. ഭയങ്കര കൊഴിച്ചിൽ പറഞ്ഞാൽ നന്നായിട്ട് മുടി കൊഴിയുണ്ട്. ഒന്നാമത് ഡെലിവറി കഴിഞ്ഞതുകൊണ്ടാണ്. ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാലോ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും മുടി കൊഴിച്ചിലെന്ന്. എനിക്കിപ്പോഴാണ് കൊഴിയാൻ തുടങ്ങി. എനിക്ക് 2.5 വയസ്സായി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കൊഴിച്ചിലാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ വെന്തെണ്ണ ഉണ്ടാക്കി തന്നായിരുന്നു. അത് മരുന്നൊക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അതിനായിട്ട് നമുക്ക് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. നമ്മുടെ ചാക്കിൽ കുറച്ച് തേങ്ങ വെച്ചായിരുന്നു. അതിൽ നിന്നാണ് തേങ്ങ എടുത്തായിരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊങ്ങുണ്ടാവുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് പൊളിച്ച് നോക്കിയത്. അപ്പോൾ നമ്മുടെ സംഭവം അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേട് കൂടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വിഷ്ണു ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആൾ കുറവായതുകൊണ്ട് നേരെ ഊരി വയ്ക്കാൻ അമ്മയുടെ അടുത്താണ് കൊണ്ടു കൊടുത്തത്. അത് കുഞ്ഞിതുണ്ടായിരുന്നു. അപ്പം അമ്മ പറയുമായിരുന്നു, വലിയ പൊങ്ങിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, മധുരം കുറവായിരുന്നു. കാരണം ചെറിയ പൊങ്ങാകുമ്പോൾ ഒന്ന് ബലം ഉണ്ടായിരിക്കും, കഴിക്കാൻ ഒരു മധുരം ഉണ്ടാവും. പറഞ്ഞ പോലെ തന്നെ ഇരുന്നു, മധുരം കുറവായിരുന്നു, ഒരു പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി തേങ്ങ വെന്തെണ്ണ ഉണ്ടാക്കണ്ടേ. തേങ്ങ വെന്തെണ്ണ ഉണ്ടാക്കാൻ ഞാൻ 3 തേങ്ങ എടുത്ത്, അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത വലിയ തേങ്ങ തന്നെ നോക്കിയെടുത്തേ. 6 മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചിരവിയെടുത്തു. അപ്പോൾ പാല് ലേശം കുറവുള്ള തേങ്ങ പോലെ തോന്നിയുകൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. ചെറിയ ഗ്ലാസ്സിന് ഒന്ന് അരച്ചിട്ടല്ല, ഒന്ന് വെറുതെ ക്രഷ് ചെയ്തെടുക്കണ പോലെ എടുത്തു. എന്നിട്ട് നമ്മൾ തോർത്തിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുത്തു. പിന്നെ 1-ാം പാല് മാത്രമേ എടുക്കുകയുള്ളൂ. പായസത്തിന് എടുക്കണ പോലെ നമ്മൾ 2-ാം പാലും 3-ാം പാലൊന്നും എടുക്കില്ല. എണ്ണ ഉണ്ടാക്കാം. ഫസ്റ്റ് പാലാണ് എടുക്കുക. ഫസ്റ്റ് പാൽ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ 3 തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു 6 മുറിയിൽ നിന്ന് എനിക്കിത് ഇത്രയും ഒരു പാത്രത്തോളം, ഒരു കുഞ്ഞു പാത്രത്തോളം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ നമ്മൾ തേങ്ങ വെന്തെണ്ണ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാൻ സ്റ്റൗ കത്തിച്ചു. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് അടി പിടിക്കുന്ന പോലെയോ. പിന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് പിരിഞ്ഞ പോലെ, നമ്മൾ പാലൊക്കെ പിരിയില്ലേ, അതേപോലെ പിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും. പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു കൈ അകലം നിൽക്കുക വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെടാം. ഈ ഒരു പരിവായിട്ട് വരുമ്പോൾ നമ്മൾ വേഗം എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ കക്കം എണ്ണ കുടിക്കും. ഞങ്ങളതിന് കക്കം എന്നാണ് പറയാറ്, എണ്ണയിൽ ഊറി നിൽക്കണത്. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കുപ്പിയിലാക്കണേ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു മണമുണ്ട്, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മണമാണ്, നല്ല അപാര മണമാണ്, നല്ല സുഖമുള്ള മണമാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നല്ല കുപ്പിയിൽ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ തേങ്ങ വെന്നെണ്ണ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.